എല്ലാവർക്കും ലോയൽ ബില്യനർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെറും 2320 രൂപയുണ്ടെങ്കിൽ 10 ലക്ഷത്തിൻ്റെ ചിട്ടി പുഷ്പം പോലെ അടയ്ക്കാം. KSFയുടെ ഈ കിടിലൻ ചിട്ടിയെപ്പറ്റി നമുക്ക് നോക്കാം. KSF ചിട്ടികൾ കേരളത്തിലെ ഏറ്റവും മികച്ച നിക്ഷേപ ഓപ്ഷനുകളിൽ ഒന്നാണ്. ഒരേ സമയം നിക്ഷേപത്തിൻ്റെയും വായ്പയുടെയും സ്വഭാവമുള്ള ചിട്ടികൾ വിവിധ കാലാവധിയിൽ ലഭ്യമാണ്. പെട്ടെന്ന് പണത്തിന് ആവശ്യമില്ലാത്തവർക്ക് എപ്പോഴും 100 മാസത്തെ സാധാരണ ചിട്ടിയിൽ ചേരുന്നതാണ് നല്ലത്. ഇത് ഏകദേശം 9 വർഷത്തോളം കാലാവധി കണക്കാക്കേണ്ടി വരുന്നു. 100 മാസത്തെ ചിട്ടികൾ ദീർഘകാല ചിട്ടികളാണ്. സ്ഥിരമായി എല്ലാ മാസവും അടയ്ക്കാൻ 10,000 രൂപ ഉണ്ടെങ്കിൽ 100 മാസത്തെ 10 ലക്ഷത്തിൻ്റെ ചിട്ടിയിൽ ചേരാം. ദീർഘകാലത്തേക്ക് വലിയൊരു തുക സ്വന്തമാക്കാനാവും. സാധാരണയായി വീട് വയ്ക്കാനും വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കും മക്കളുടെ വിദ്യാഭ്യാസത്തിനുമെല്ലാം ആളുകൾ ചിട്ടിയിലൂടെ പണം സമ്പാദിക്കാറുണ്ട്. ഇനി 100 മാസത്തിൻ്റെ 10 ലക്ഷത്തിൻ്റെ ചിട്ടി നോക്കാം. ഇതൊരു ദീർഘകാല ചിട്ടിയാണ്. അതിനാൽ കൂടുതൽ ലാഭവിഹിതം കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണിത്. ഈ 100 മാസത്തെ ചിട്ടിയിൽ ഏകദേശം 1.5 ലക്ഷം രൂപ വരെ ഡിവിഡൻഡ് കിട്ടാൻ സാധ്യതയുണ്ട്. ദീർഘകാല ചിട്ടികൾ ആദ്യ മാസങ്ങളിൽ തന്നെ ലഭിക്കുന്നത് നല്ലതാണ്. സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വായ്പ എടുക്കുന്നതിനേക്കാൾ നേട്ടം ഇത്തരം ചിട്ടികളിലൂടെ നേടാം. അതിനാൽ ആദ്യ മാസങ്ങളിൽ പണം ലഭിച്ചാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കുന്നു. ഇതൊരു സാധാരണ ചിട്ടിയാണ്. അതിനാൽ ലേലത്തിൽ 30% താഴ്ത്തി വിളിക്കാൻ നിരവധി ആളുകളുണ്ടെങ്കിൽ നറുക്കെടുപ്പിലൂടെയാണ് ആ മാസത്തെ ഭാഗ്യവാനെ കണ്ടെത്തുന്നത്. എന്നാൽ കൂടുതൽ ആളുകളില്ലെങ്കിൽ 30% താഴ്ത്തി ചിട്ടി വിളിച്ചെടുക്കാം. ഈ ചിട്ടിയുടെ ഫോർമാൻ കമ്മീഷൻ 50,000 രൂപയാണ്. ഈ ഫോർമാൻ കമ്മീഷൻ ഉൾപ്പെടെയാണ് ചിട്ടി 30% താഴ്ത്തി വിളിക്കുന്നത്. ഇതിനു പുറമെ ഈ ചിട്ടി ലഭിച്ചാൽ GST ആയി 9,000 രൂപയും 236 രൂപ ഡോക്യുമെൻറ്റേഷൻ ചാർജും ഈടാക്കും. ഈ ചിട്ടി 30% താഴ്ത്തി വിളിച്ചാൽ ലഭിക്കുന്നത് 7 ലക്ഷം രൂപയാണ്. എന്നാൽ പരമാവധി 9.50 ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ചിട്ടിത്തുക പെട്ടെന്ന് ആവശ്യമുള്ളവർക്ക് മേൽവായ്പയ്ക്കുള്ള ജാമ്യം കൊടുത്ത് പണം പിൻവലിക്കാം. എന്നാൽ സാമ്പത്തിക ആവശ്യം പെട്ടെന്ന് ഇല്ലാത്തവർക്ക് KSFയിൽ തന്നെ നിക്ഷേപം വളർത്താൻ സാധിക്കും. നിക്ഷേപം വളർത്താൻ സാധിക്കും. ലാഭവിഹിതം എത്രയാണ്? 10 ലക്ഷത്തിൻ്റെ ഈ ചിട്ടിയിൽ ആദ്യ മാസം അടയ്ക്കേണ്ടത് 10,000 രൂപയാണ്. എന്നാൽ രണ്ടാമത്തെ മാസം മുതൽ 7,500 രൂപ അടച്ചാൽ മതി. അതായത് ചിട്ടി ആദ്യ 50 മാസം വരെയെങ്കിലും 30% താഴ്ത്തി വിളിക്കാനാണ് സാധ്യത. അതിനാൽ ലാഭവിഹിതം 2,500 രൂപ ലഭിക്കുന്നു. അതിനാൽ രണ്ടാമത്തെ മാസം മുതൽ 10,000 എന്ന വലിയ തുക കരുതേണ്ടതില്ല. പക്ഷേ ചിട്ടിക്കാലാവധി അവസാനിക്കുന്നത് വരെ ഇതേ തുകയിൽ മുന്നോട്ട് പോവില്ല. 8,000, 9,000 മുതൽ കാലാവധി അവസാനിക്കാറാവുമ്പോൾ 10,000 രൂപ വരെ പ്രതിമാസം അടയ്ക്കേണ്ടി വരും. ചിട്ടിത്തുക KSFയിൽ എങ്ങനെ നിക്ഷേപിക്കാം? നിലവിൽ KSFയുടെ CSDT അനുസരിച്ച് ചിട്ടിത്തുക നിക്ഷേപിച്ചാൽ 9% പലിശ ലഭിക്കും. ഈ 10 ലക്ഷത്തിൻ്റെ KSF ചിട്ടിയിൽ നിക്ഷേപിച്ചാൽ എത്ര രൂപ പലിശ കിട്ടും നോക്കാം. നിങ്ങൾ ചിട്ടി ആരംഭിച്ച് ആദ്യ ലേലത്തിൽ തന്നെ 30% താഴ്ത്തി വിളിച്ചാൽ 7 ലക്ഷം ലഭിക്കും. ഈ 7 ലക്ഷത്തിൽ നിന്ന് GSTയും ഡോക്യുമെൻറ്റേഷൻ ചാർജും ഈടാക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 6,90,764 രൂപയാണ്. ഈ തുക KSF CSDTയിൽ നിക്ഷേപിച്ചാൽ ഒരു വർഷത്തെ പലിശ ഇനത്തിൽ ലഭിക്കുന്നത് 62,168 രൂപയാണ്. അതായത് പ്രതിമാസം 5,150 രൂപ ലഭിക്കും. ആദ്യ ചിട്ടിയിൽ തന്നെ ചിട്ടിത്തുക ലഭിച്ച് അത് രണ്ടാമത്തെ മാസം തന്നെ KSFയിൽ നിക്ഷേപിക്കുമ്പോൾ മൂന്നാമത്തെ മാസം മുതലാണ് ഈ പലിശ ലഭിച്ചു തുടങ്ങുന്നത്. ലാഭവിഹിതവും നിക്ഷേപത്തിലെ പ്രതിമാസ പലിശയും കണക്കാക്കിയാൽ 3-ാം മാസം മുതൽ നിങ്ങൾ ചിട്ടിയിലേക്ക് 2,320 രൂപ മാത്രം അടച്ചാൽ മതി. നിങ്ങൾ കാലാവധി അവസാനിക്കുന്നതുവരെ ഈ ചിട്ടി വിളിക്കാതെ നിക്ഷേപം തുടരാനാണ് ആഗ്രഹമെങ്കിൽ പരമാവധി തുകയായ 9.5 ലക്ഷം രൂപ ലഭിക്കും. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.